ജയന്ത് ചൗധരിയുടെ ഈ മറുപടി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഹാൻസ് കോടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിലെ നിലപാട് ഏത് രീതിയിലാണ് ഇനിയും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും PM ശ്രീയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാകും, അല്ലെങ്കിൽ ഈ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കേണ്ടത്. ഇന്നലെ വരെ പറഞ്ഞത് ഒപ്പിട്ടുപോയി, അതുകൊണ്ട് ഇനി പിന്മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആ ന്യായീകരണം സംസ്ഥാന സർക്കാരിന് പറയാൻ സാധിക്കില്ല. മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അടക്കം വലിയ ആരോപണങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. BJP-യുമായുള്ള ഈ സർക്കാരിന്റെ ഡീൽ എന്നതടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് പ്രതിരോധമാകും ഇതിൽ സ്വീകരിക്കുക? എങ്ങനെയുള്ള നിലപാടുമായിട്ടായി ആകും മുന്നോട്ട് പോകുക? സ്വാതി, സ്വാഭാവികമായും ഈ പുതിയ കത്ത് പുറത്തു വന്നതോടെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും പ്രതിസന്ധിയിലാണ്. കാരണം ആദ്യഘട്ടം മുതൽ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്ന വാദം ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഒക്ടോബർ 23, 2025 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, അന്നത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടുള്ള K. വാസുകി ഒപ്പിട്ട MOയിൽ പറഞ്ഞിരുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഏകപക്ഷീയമായി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയോ ഉണ്ടെങ്കിൽ രണ്ട് ഭാഗങ്ങളും തമ്മിൽ, അത് സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിൽ ചർച്ച നടത്തി പരിഹരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ആപ്ലറ്റ് അതോറിറ്റിയെ സമീപിക്കാം എന്നുള്ള ഒരു ക്ലോസ് ആയിരുന്നു ഈ MOയിൽ ഉണ്ടായിരുന്നത്. ഈ ക്ലോസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള N. ഷംസുദ്ദീൻ പറഞ്ഞത് ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന്. പക്ഷേ ഇപ്പോൾ ഈ പുതിയ കത്ത് പ്രകാരം സംസ്ഥാനത്തിന് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാം. ഏതെങ്കിലും തരത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയോ ആ പദ്ധതിയിൽ ഒപ്പിടാതിരിക്കുകയോ ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി വിഹിതങ്ങൾ ലഭിക്കില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ കത്തിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കത്തിൽ ഇത്തരമൊരു പരാമർശമുള്ളപ്പോൾ ഇനി എന്തുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പിന്മാറിക്കൂടാ എന്നുള്ള ചോദ്യം ഉയരും. സ്വാഭാവികമായിട്ടും ഈ UDF-ഉം അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഉയർന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുസ്ലിം സംഘടനകളും അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷവും ഇതിനെതിരെ രംഗത്തെത്തി എന്നുള്ളതാണ്. ഈ സംഘപരിവാർ അജണ്ട സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് UDF PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഇരു കൂട്ടരും ഉന്നയിച്ചത്. മറ്റു വിഭാഗങ്ങളും ഉന്നയിച്ചത് സമാനമായ പ്രതികരണം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഈ കത്ത് പ്രകാരം പിന്മാറാൻ കഴിയും എന്നുള്ള സാഹചര്യമുള്ളപ്പോൾ ഇനി എന്ത് നടപടി സംസ്ഥാനം സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞിരുന്നത് ഈ ഉപസമിതി റിപ്പോർട്ട് കൂടി വരട്ടെ, ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം, മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം സ്വീകരിക്കാം എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശും പറഞ്ഞത് പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ കത്ത് പുറത്തു വന്ന സ്ഥിതിക്ക് സംസ്ഥാന സർക്കാർ വീണ്ടും വിചിന്തനം ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ മന്ത്രിസഭാ ഉപസമിതി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയും എന്നുള്ള ഒരു കാര്യം മന്ത്രിസഭയെ അറിയിക്കുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക്, ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ഘട്ടത്തിലേക്ക് സംസ്ഥാനം കടക്കുമോ എന്നാണ് അറിയേണ്ടത്.